നമസ്കാരം. ശശി തരൂരും കോൺഗ്രസ് നേതൃത്വമായിട്ട് ഇടയുമ്പോൾ തിരുവനന്തപുരത്ത് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിന് സാധ്യത മുന്നിൽ കാണുകയാണ് ബി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ വീറുറ്റ പോരാട്ടം കാഴ്ചവെച്ച മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സജീവമാകുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുമ്പിൽ മറ്റ് വഴികളുണ്ട് എന്നാണ് തരൂർ തുറന്നടിച്ചത്. ഇത് തരൂരും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നത കൂട്ടുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. കോൺഗ്രസുമായിട്ട് ഇടഞ്ഞിട്ടുണ്ടെങ്കിൽ തരൂർ തിരുവനന്തപുരം MP സ്ഥാനം രാജിവെക്കുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. അങ്ങനെ ഒരു ഉപതിരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും തിരുവനന്തപുരത്ത് അവിടെ BJPക്ക് ജയിച്ചേ മതിയാകൂ എന്ന് തന്നെയാണ് അവരുടെ നിലപാട്. അതിനുവേണ്ടി തിരുവനന്തപുരത്ത് സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ കാര്യങ്ങളെല്ലാം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് BJP ആദ്യമായി വിജയം പ്രതീക്ഷിച്ച് തുടങ്ങിയ മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായി BJP രണ്ടാമതെത്തിയതും തിരുവനന്തപുരത്ത് തന്നെയാണ്. മറ്റൊരു മണ്ഡലത്തിലും 2024 മുമ്പ് വരെ അവർക്ക് രണ്ടാമതെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം. 2014 തിരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ വക്കോളം എത്തുന്ന ഒരു പ്രകടനമായിരുന്നു BJP കാഴ്ചവെച്ചത്. 15,470 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ വിജയം. 2024 തിരുവനന്തപുരത്ത് BJP തോൽക്കുകയും ചെയ്തു, തൃശ്ശൂരിൽ ജയിക്കുകയും ചെയ്തു. ഇതോടെ കേരളത്തിൽ BJPയുടെ അക്കൗണ്ട് തുറന്ന ലോക്സഭാ മണ്ഡലമായിട്ട് തൃശ്ശൂർ മാറുകയായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്താണ് കൂടുതൽ സംഘടനാ ബലവും സംഘടനാ വോട്ടുമൊക്കെ BJPക്ക് ഉള്ളത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ജനസമ്മതിയാണ് ജയമൊരുക്കിയത്. അതുകൊണ്ട് തന്നെ ഉപതിരഞ്ഞെടുപ്പിന് സാധ്യത വന്നിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ജയിച്ചേ മതിയാകൂ എന്ന നിലപാടിൽ തന്നെയാണ് BJP. 2024 16,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെ പരാജയപ്പെടുത്തിയിട്ടാണ് തരൂർ വിജയം സ്വന്തമാക്കിയത്. 2014 അവസാന ലാപ്പിൽ O രാജഗോപാലിനെ പരാജയപ്പെടുത്തി MP സ്ഥാനം കരസ്ഥമാക്കിയ തരൂർ രാജീവിനെതിരെയും സമാനമായ രീതിയിൽ തന്നെയാണ് വിജയിച്ചത്. വോട്ടെടുപ്പ് ആരംഭിച്ച ആദ്യ ഘട്ടത്തിൽ മാത്രം മേധാവിത്വം സ്ഥാപിച്ച തരൂർ ആദ്യ 1 മണിക്കൂറിനുള്ളിൽ തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. രാജീവ് ചന്ദ്രശേഖറിന്റെ ആധിപത്യം തുടക്കം മുതൽ വ്യക്തമായിരുന്നുവെങ്കിലും ഫോട്ടോ ഫിനിഷിൽ തരൂർ തിരിച്ചു കയറി. 2014 സമാനമായി അവസാന ഘട്ടം വരെ O രാജഗോപാൽ ലീഡ് നിലയിൽ മുൻപിൽ തുടർന്നുവെങ്കിലും അവസാനമെത്തിയതോടുകൂടി പരാജയപ്പെട്ടു. തിരുവനന്തപുരത്ത് 2024 വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ രാജീവ് ചന്ദ്രശേഖരും തരൂരും തമ്മിലുള്ള ശക്തമായ മത്സരമാണ് നടന്നത്. ഒടുവിൽ 3,58,155 വോട്ടുകളോടെ തരൂർ വിജയം കൈവരിച്ചു. രാജീവ് ചന്ദ്രശേഖർ 3,42,078 പന്ന്യൻ രവീന്ദ്രൻ 2,47,648 വോട്ടുകളാണ് സ്വന്തമാക്കിയത്. മണ്ഡലത്തിൽ പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ തരൂരിലേക്ക് കേന്ദ്രീകരിച്ചതും മറ്റു വോട്ടുകൾ 3 മുന്നണികൾക്കുമായിട്ടൊക്കെ വിഭജിക്കപ്പെട്ടതും BJPയുടെ സാധ്യത തന്നെ ഇല്ലാതെയാക്കി. 2014 32.32% BJP ഇവിടെ നേടിയ വോട്ട് വിഹിതം. തരൂരിന് ലഭിച്ചതാണെങ്കിൽ 34.1%. എന്നാൽ 2019 അത് 31.296%. BJP വോട്ടുകൾ കുറഞ്ഞു. തരൂരിന് ലഭിച്ച വോട്ട് 41.194% ഉയരുകയും ചെയ്തു. 2014 മണ്ഡലത്തിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തിയിരുന്നു. നഗര മേഖലയിൽ BJP മേൽക്കൈ നേടിയപ്പോൾ തീരദേശ മണ്ഡലങ്ങളാണ് തരൂരിനെ തുണച്ചത്. 2019 നിയമമൊഴികെ മറ്റെല്ലാ മണ്ഡലത്തിലും തരൂരിനായിരുന്നു മുൻതൂക്കം. 2024 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നഗര മേഖലയിൽ മുൻതൂക്കമൊക്കെ നേടിയെങ്കിലും തീരദേശ മേഖലയിൽ കാര്യമായ നേട്ടം BJPക്ക് കൈവന്നിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരനെ സ്ഥാനാർത്ഥിയാക്കിയതും വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ്. സംസ്ഥാന നേതാക്കളെയൊക്കെ മറികടന്ന കേന്ദ്ര തീരുമാനമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടപ്പിലായതും. 2024 തിരഞ്ഞെടുപ്പ് വിജയത്തോടെ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളെന്ന നിലയിലും തരൂർ റെക്കോർഡിട്ടു. കോൺഗ്രസ് അംഗമായിരുന്ന ചാൾസ് ആണ് മണ്ഡലത്തിൽ ആദ്യമായി ഏറെക്കാലം MP ആയിരുന്നത്. 1984, 1989, 1991 തിരഞ്ഞെടുപ്പുകളിലായി 3 തവണ ചാൾസ് മണ്ഡലത്തിൽ MP ആയിരുന്നു.
അതിനുശേഷം അതേ റെക്കോർഡ് ശശി തരൂരിനാണ്. 2009, 14, 2019 തിരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരത്ത് തരൂരിന് തന്നെയായിരുന്നു വിജയം. 2024 വിജയത്തോടെ റെക്കോർഡ് സ്വന്തം പേരിലേക്ക് മാറ്റുകയും തരൂർ ചെയ്തു. എന്തായാലും തരൂരിന്റെ ഉദ്ദേശം എങ്ങോട്ടാണ് എന്നുള്ളത് അത് BJP വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നന്ദി.